എത്ര കാലമായി ഫലസ്തീനിലെ മക്കൾ യുദ്ധത്തിന്റെ കെടുതിയിലാണ്. ഈ വേദിയിലും സദസ്സിലും ചിലപ്പോൾ ഫലസ്തീനിൽ പോയവരുണ്ടാകും. ഞങ്ങൾ ഒരിക്കൽ ഫലസ്തീനിൽ ചെന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഫലസ്തീൻകാരനായ ഒരു യുവാവ് നിന്നുകൊണ്ട് കരയുകയാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ റിസപ്ഷനിലുള്ള ആളാണ്. നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് വന്നുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കാൻ പോവുകയാണ് അല്ലേ? ഞങ്ങൾ ഈ നാട്ടുകാരാണ്, ഞങ്ങൾക്ക് ആ പള്ളിയിൽ കയറാനോ നിസ്കരിക്കാനോ പറ്റണില്ല. ഈ രാജ്യത്ത് ഞങ്ങൾ ദുരന്തങ്ങളിൽ കഴിയുകയാണ്. ഒരിക്കൽ ഞങ്ങൾ ഫലസ്തീനിലെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ രാത്രിയിൽ നല്ല ശബ്ദമുണ്ട്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ തീനാളങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് അവിടെ ആക്രമണം നടന്നിട്ടുണ്ട്, ഒരു പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണത്. ഇതുപോലെ സൈനികർ നിരന്നു നിൽക്കുന്നതിന്റെ ഇടയിലൂടെയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിലെ ഒരു ഖിബലയായി നിലകൊണ്ട കാലമുണ്ട്. അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ 3 പള്ളികളിൽ ഒരു പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ആദ്യം ഖിബലയായി സ്വീകരിച്ച പള്ളിയാണ്. ആ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമാമത്തിൽ എല്ലാ അമ്പിയാക്കളും ജമാഅത്തായി നിസ്കരിച്ച ചരിത്രം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ മസ്ജിദുൽ ഹറാമിൽ നിന്നോ മസ്ജിദുൽ നബവിയിൽ നിന്നോ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വായിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിന്ന് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കന്മാരും മഅ്മൂമുകളായി നിന്ന് നിസ്കരിച്ച പള്ളിയാണ് ബൈത്തുൽ അഖ്സ എന്ന് പറയുന്ന മസ്ജിദുൽ അഖ്സ. ആ പള്ളിയുടെ പരിസരങ്ങളിൽ ബോംബ് വർഷം തുടങ്ങിയിട്ട് എത്ര കാലമായി. അവിടെയുള്ള കുരുന്നുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും സ്വത്തുകൾ അപഹരിക്കപ്പെടുകയും കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും വസ്തുവകകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെല്ലാം വരുമ്പോൾ ഓ മുഅ്മിനീങ്ങളെ, പുതിയ യുദ്ധവും എവിടേക്ക് എത്തുമെന്നറിയില്ല. രാഷ്ട്രീയമായി ആലോചിക്കേണ്ടവര് ആലോചിക്കണം. നമ്മൾ ആത്മീയമായ ചില ആലോചനകളാണ് പറയാനുള്ളത്. എവിടെയാണ്, ഏതു കാലത്താണ് ശത്രുക്കൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ ഉമ്മത്ത് ജയിച്ചതെപ്പോഴായിരുന്നു? അന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്തായിരുന്നു? ഇതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ബദരീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് സഹായിച്ചു. എന്തുകൊണ്ടാണ് മലക്കുകളുടെ സഹായം ബദരീങ്ങൾക്കുണ്ടായത്? ന്യൂനപക്ഷം അല്ലാഹുവിന്റെ സഹായം നേടി ജയിച്ചത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് അല്ലാഹുവിലേക്ക് ശരിക്കും മടങ്ങുന്നവരായാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യങ്ങൾ തന്നപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ അല്ലാഹി സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളാണ് ബദരീങ്ങളുടെ നേതാവ്. ബദർ പടക്കളത്തിൽ ബദരീങ്ങളുടെ സൈന്യത്തിന്റെ ക്യാപ്റ്റനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
ബദർ യുദ്ധത്തിന്റെ തലേന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? ബദർ യുദ്ധത്തിന്റെ തലേന്ന് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ക്യാപ്റ്റന്റെ പണി എന്തായിരുന്നു? അതേ ബദർ പടക്കളത്തിന്റെ ചാരെ ഈത്തപ്പനെ ഓല കൊണ്ടൊരു കുടില് കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടം തോന്നിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് വിഷമിക്കണ്ട, അല്ലാഹു നമ്മളെ കൈവിടൂല, അല്ലാഹു നമ്മളെ കൈവിടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തേങ്ങല് കണ്ടുകൊണ്ട്, കരച്ചില് കണ്ടുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചു എന്ന് ചരിത്രം കാണാം. ബദരീങ്ങളുടെ ക്യാപ്റ്റൻ നിസ്കാരത്തിലും സുജൂദിലും ദുആയിലുമായിരുന്നു. ബദരീങ്ങളാകുന്ന കൂടെയുള്ള സ്വഹാബത്തിന്റെ പണി എന്തായിരുന്നു? അവരെന്തായിരുന്നു ചെയ്തത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ്, ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ആ സ്വഹാബത്തിന്റെ കയ്യിലുള്ള ആയുധം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവരെത്തി. എന്നിട്ട് അവര് പറഞ്ഞു, ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഞങ്ങൾക്ക് ഓടി വന്ന് അഭയം തേടാൻ തങ്ങളല്ലാതെ ഒരു കേന്ദ്രമില്ല. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്, തങ്ങളാണ് ഞങ്ങളുടെ അഭയം. വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി, പൊതുജനങ്ങളാകുന്ന ഞങ്ങൾ അവരുടെ നബിയാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കല്ലാതെ എവിടെ വരാനാണ്? ഞങ്ങൾക്കുള്ള കേന്ദ്രം അവിടുന്നാണ് നബിയേ. അപ്പോൾ അല്ലാഹുവിലും റസൂലിലും ഉറച്ചു വിശ്വസിക്കുകയും അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കൂടെ എല്ലാ അർത്ഥത്തിലും ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ, നിങ്ങൾ ന്യൂനപക്ഷമായപ്പോൾ അല്ലാഹു സഹായിച്ചു. അല്ലാഹുവിന്റെ സഹായം വേണമെങ്കിൽ നമ്മൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങണം, അല്ലാഹുവിലേക്ക് മടങ്ങണം. അതല്ലാതെ നമുക്കൊരു പരിഹാരമില്ല.